ഒരു പ്രവണതയാണ്. ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞു, അവർ പറയുന്ന ഉപയോഗിക്കുന്ന വാക്കുകൾ ദീനിന്റെ കാൻഡിഡേറ്റ് രാത്രികാലങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ്. ബോലോ തക്ബീർ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി, മറ്റേ സ്ഥാനാർത്ഥി കാഫിർ ആണെന്ന് ഒരു സ്ഥാനാർത്ഥി പറയുന്നു, LDF സ്ഥാനാർത്ഥി പറയുന്നു UDF സ്ഥാനാർത്ഥി കാഫിറാണ്. ബോലോ തക്ബീർ വിളിച്ചാണ് അർദ്ധരാത്രിയിൽ ആളുകൾ ഒരു സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. പച്ചയായ വർഗീയ ധ്രുവീകരണമാണ് വടകരയിൽ നടന്നത്. വടകരയിൽ മാത്രമല്ല, പല മണ്ഡലങ്ങളിലും അവരത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കാണുന്നേയില്ല, അതൊന്നും ചർച്ചയാക്കുന്നേയില്ല. നമ്മുടെ നാടിന്റെ സ്വൈര ജീവിതം തകർക്കുന്ന ശക്തികളെ രണ്ടു കൂട്ടരും കൂട്ടുപിടിച്ചു. SDPIയുമായി പരസ്യമായ സഖ്യം ഉണ്ടാക്കി. നിങ്ങളത് വലിയ വിവാദമാക്കിയതേയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി കേരളത്തിൽ ഒരു കക്ഷിയുമായിട്ട് ചേർന്നു. നിങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ ഇത്തരം ചെറിയ 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 കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ നാടിന്റെ ഭാവിയെ, സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അത് നിങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ കൺസേൺ വളരെ വ്യക്തമായിട്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തിരക്കൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആവാൻ വേണ്ടി മുഖ്യമന്ത്രി കുടുംബമൊക്കെ വിദേശത്തേക്ക് പോയി. അല്ലെ, ആരുടെ ചെലവിലാണ് പോയതെന്ന് അറിയണം. മുഖ്യമന്ത്രിയും കുടുംബവും ആരുടെ ചെലവിലാണ് വിദേശത്ത് പോയത്? 16 days. എന്താണ് ഉദ്ദേശം? എന്ത് കാര്യത്തിനാണ് മുഖ്യമന്ത്രി വിദേശത്ത് പോയത്? എന്താ ഉദ്ദേശം? ആരാണ് അവിടെ കൊണ്ടുപോകുന്നത്? എന്തിനാ പോകുന്നത്? പാർട്ടിക്ക് അറിയോ? ഇന്നേ വരെ നാം കേട്ടിട്ടില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിദേശത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ എവിടെയാണ് പോകുന്നത്, ആരെയൊക്കെയാണ് കാണുന്നത്, ആരൊക്കെയാണ് അവരുടെ കൂടെ ഉള്ളത്, എന്താണ് ഉദ്ദേശം, ഇതൊന്നും വ്യക്തമായ സീതാറാം യെച്ചൂരിക്ക് അറിയോ? ഗോവിന്ദൻ അറിയോ? ഏറ്റവും ചുരുങ്ങിയത് MV ഗോവിന്ദൻ അറിയോ? പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള മുഖ്യമന്ത്രി എങ്ങോട്ടാണ് പോയത്? എന്താണ് പരിപാടി? അപ്പൊ CPIM പാർട്ടിയെ പോലെ ഒരു പാർട്ടി അവശേഷിക്കുന്ന ഏക സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, ഇവര് പിന്നെ ഈ ബൂർഷ പാർട്ടി എന്നൊക്കെ എന്തിനാണ് പറയുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവാത്തത്? കോൺഗ്രസിന്റെ ഊരയിൽ ഇരുന്ന് കുറെ സ്ഥലത്ത് മത്സരിക്കുന്നുണ്ടല്ലോ, അവിടെയെങ്കിലും ഒന്ന് പോകാമായിരുന്നില്ലേ? അതുകൊണ്ട് ജനങ്ങളുടെ പണം എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ അത് ശരിയല്ല എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്.